വെൽക്കം ടു മൊഡ്യൂൾ 3. സോ ഈ എൻ്റയർ മൊഡ്യൂൾ 3 നോർമൽ ഷോക്കിനെ പറ്റിയിട്ടാണ്. ഓക്കെ, മെയിനായിട്ട് നോർമൽ ഷോക്കാണ്. അതിൻ്റെ പ്രോബ്ലം അതേപോലെ തിയറി ക്വസ്റ്റ്യൻസും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചോദിക്കാറുണ്ട്. പിന്നെ ഒബ്ലിക് ഷോക്കിൻ്റെ കുറച്ച് തിയറി ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. ഓക്കെ, സോ മെയിനായിട്ട് നോർമൽ ഷോക്ക് തന്നെ. നൗ നോർമൽ ഷോക്ക് ഓൾറെഡി മൊഡ്യൂൾ 2ൻ്റെ ലാസ്റ്റ് പോർഷനിൽ ലാസ്റ്റിൽ സി ഡി നോസിൽ വർക്കിംഗ് അണ്ടർ വേരിയസ് പ്രഷർ റേഷ്യോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചായിരുന്നു. ഓക്കെ, കൺവെർജൻ നോസിലും അതേപോലെ സി ഡി നോസിലും വർക്കിംഗ് അണ്ടർ വേരിയസ് പ്രഷർ റേഷ്യോസ് എന്ന് പറഞ്ഞിട്ട് പഠിച്ചായിരുന്നു. അവിടെ നമ്മൾ ഷോക്ക് ഡിസ്കസ് ചെയ്തായിരുന്നു. എനിവേ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യാം അവിടെ ഡിസ്കസ് ചെയ്ത കാര്യം. അവിടെ നമ്മൾ പ്രഷറിൻ്റെയും അതേപോലെ ഡിസ്റ്റൻസിൻ്റെയും ആക്സിസിൽ നമ്മൾ വരച്ചു, റൈറ്റ്. അതായത് നോസിലിൻ്റെ ഉള്ളിലുള്ള പ്രഷർ വേരിയേഷൻ നമ്മൾ പ്ലോട്ട് ചെയ്തായിരുന്നു. സോ വെൻ ബാക്ക് പ്രഷർ ഇസ് P0, ദറ്റ് ഈസ് കർവ് 1, ദർ ഇസ് നോ ഫ്ലോ. ദെൻ അതിന് താഴേക്ക് പോകുമ്പോൾ സി ഡി നോസിലൂടെ തന്നെ ഫ്ലോ നടക്കും. ഓക്കെ, ഞാനിവിടെ സി ഡി നോസിൽ വരച്ചിട്ടില്ല, ബട്ട് അഗെയിൻ യു ക്യാൻ റെഫർ ദാറ്റ് ഫിഗർ. ഓക്കെ, നൗ നമ്മളിങ്ങനെ ബാക്ക് പ്രഷർ കുറച്ച് വന്നപ്പോൾ കൺവേർജൻറ്റ് സൈഡിൽ എന്തായി, അത് മാക് നമ്പർ കണ്ടിന്യൂസ് ആയി ഇൻക്രീസ് ചെയ്തു. ദെൻ ഡൈവേർജൻറ്റ് സൈഡിൽ എത്തുമ്പോൾ അഗെയിൻ അത് ഡിഫ്യൂസറായിട്ട് തന്നെ ആക്ട് ചെയ്തു. അതായത് മാക് നമ്പർ വീണ്ടും കുറഞ്ഞു. ഓക്കെ, അതായത് എക്സിറ്റ് ആകുമ്പോൾ മാക് നമ്പർ ലെസ് ദാൻ 1 തന്നെയാണ് നമുക്ക് കിട്ടുക. ഓക്കെ, നൗ ഡിസൈൻ ബാക്ക് പ്രഷറിലാണ് നമ്മൾ പി ബി പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ, അതായത് പി ബി ഈക്വൽ ടു പി ബി ഡി ആണെങ്കിൽ കൺവേർജൻറ്റ് സൈഡിൽ ലെസ് ദാൻ 1 വരും. അതേപോലെ ത്രോട്ടിൻ്റെ സൈഡിൽ എം ഈക്വൽ ടു 1 വരും. അതാണ് പി സ്റ്റാർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പിന്നെ ഡൈവേർജൻറ്റ് സൈഡിൽ എം ഗ്രേറ്റർ ദാൻ 1 വരും. ഓക്കെ, ഇനി ഓക്കെ, ത്രോട്ടിലെ പ്രഷർ പി ടി ഈക്വൽ ടു പി സ്റ്റാർ. ഇനി നമ്മൾ കർവ് 4 എന്താണ്, ബാക്ക് പ്രഷർ പി ബി സ്റ്റാർ എന്നുള്ളൊരു വാല്യൂ, അതായത് ബാക്ക് പ്രഷർ താഴേക്ക് കർവ് 3ൻ്റെ താഴേക്ക് ഒരു ബാക്ക് പ്രഷർ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ത്രോട്ടിൻ്റെ അവിടെ മാക് നമ്പർ 1 ആവും. പക്ഷേങ്കിൽ ഡൈവേർജൻസ് സൈഡ് വീണ്ടും എന്ത് ചെയ്യാനായിട്ട് ആക്ട് ചെയ്യും, ഡിഫ്യൂസർ ആയിട്ട് തന്നെ ആക്ട് ചെയ്യും. ഓക്കെ, ഇനി പി ബി സ്റ്റാറിന് താഴെ, പി ബി സ്റ്റാറിൽ ആക്ച്വലി ചോക്ക്ഡ് കണ്ടീഷൻ ആണ്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ ഡിസ്കസ് ചെയ്താണ്. എനിവേ ഇനി പി ബി സ്റ്റാറിന് താഴെയുള്ള ബാക്ക് പ്രഷർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ, കർവ് 6 ആണെന്നുണ്ടെങ്കിൽ ഡൈവേർജൻറ്റ് സൈഡിലെ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിൽ ഫ്ലോ റീഅഡ്ജസ്റ്റ് ചെയ്യും. നോർമൽ ഷോക്ക് പ്രൊവൈഡ് ചെയ്തിട്ട് ഫ്ലോ റീഅഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, നോർമൽ ഷോക്കിൽ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഫോർ ഷോക്ക് എന്താണ്, എം ഗ്രേറ്റർ ദാൻ 1 ആണ്. ആഫ്റ്റർ ഷോക്ക് എന്താണ്, എം ലെസ് ദാൻ 1 ആണ്. ഓക്കെ, അത് 6ന് മാത്രമല്ല. ഓക്കെ, സോ നോർമൽ ഷോക്ക് ജനറേറ്റ് ചെയ്യും. ഓക്കെ, 7 എന്നുള്ള കർവിനും അഗെയിൻ നോർമൽ ഷോക്ക് ജനറേറ്റ് ചെയ്യും. 8 അഗെയിൻ ബിഫോർ ഷോക്ക് എം ഗ്രേറ്റർ ദാൻ 1, ആഫ്റ്റർ ഷോക്ക് എം ലെസ് ദാൻ 1. ദെൻ 8 എന്നുള്ള കർവിലും അഗെയിൻ നോർമൽ ഷോക്ക് ജനറേറ്റ് ചെയ്യും. ദെൻ ഷോക്കിന് ശേഷം കർവ് എന്തിലേക്ക് പോകും, അല്ലെങ്കിൽ ഫ്ലോ എന്തിലേക്ക് പോകും, സബ്സോണിക്കിലേക്ക് പോകും. ഓക്കെ, ദെൻ അങ്ങനെ ആ ഷോക്ക് എന്ത് ചെയ്യും, ആ ഷോക്ക് ജനറേറ്റ് ചെയ്ത് എക്സിറ്റിലേക്ക് എത്തും. എക്സിറ്റിൽ എത്തുമ്പോൾ പിന്നെ അവിടെ നോർമൽ ഷോക്കിനല്ല ചാൻസ് കൂടുതൽ, ഒബ്ലിക് ഷോക്ക് ആയിരിക്കും. അതാണ് കർവ് 9. ഓക്കെ, കർവ് 9 ഒബ്ലിക് ഷോക്കാണ്. ദെൻ പി ബി ഡിന് താഴെയാണെന്നുണ്ടെങ്കിൽ ഷോക്ക് ഇല്ല, അത് കർവ് 10 ആണ്. അവിടെ എക്സ്പാൻഷൻ, ജസ്റ്റ് അണ്ടർ എക്സ്പാൻഷൻ വേവ് ആണ് ജനറേറ്റ് ചെയ്യണത്. ഇനി ഇതേ സെയിം പ്രോസസ്സ് തന്നെ ജസ്റ്റ് ഫിഗർ ആയിട്ട് സി ഡി നോസിൽ റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കുക. സി ഡി നോസിലിൻ്റെ ഇൻലെറ്റിലെ സബ്സോണിക്ക് ത്രോട്ടിൽ എത്തുമ്പോൾ എന്തായി, എം 1 ആയി. ദെൻ ഡൈവേർജൻ സെക്ഷനിൽ എം ഗ്രേറ്റർ ദാൻ 1ലേക്ക് പോയി. പക്ഷേ ബാക്ക് പ്രഷർ സഫിഷ്യൻ്റ് അല്ലെങ്കിൽ, അതായത് പി ബി ഡി അല്ലെങ്കിൽ അവിടെ ഒരു നോർമൽ ഷോക്ക് ജനറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഫ്ലോ റീഅഡ്ജസ്റ്റ് ചെയ്തിട്ട് സബ്സോണിക്കിലേക്ക് വീണ്ടും പോകും. ഗോട്ട് ഇറ്റ്? ഓക്കെ, അപ്പോൾ ഈ ഷോക്ക് നോർമൽ എന്ന് പറയാൻ കാരണം ഫ്ലോ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയതുകൊണ്ടാണ്. ഓക്കെ, നൗ ഒരു കാര്യം ഓർത്ത് വെക്കുക, എപ്പോഴും ബിഫോർ ഷോക്ക് എം ഗ്രേറ്റർ ദാൻ 1 ആണ്, ആഫ്റ്റർ ഷോക്ക് എം ലെസ് ദാൻ 1 ആണ്. ഓക്കെ, ദെൻ ഷോക്ക് വേവ് ഈസ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ്. ഇനി ഷോക്ക് വേവിൻ്റെ കുറച്ച് എന്താ പറയുക, കുറച്ച് പ്രോപ്പർട്ടീസ് പറയാം. ഷോക്ക് വേവ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു പ്രഷർ വേവ് ആണ്, സ്പെഷ്യൽ കൈൻഡ് ഓഫ് പ്രഷർ വേവ്. സൗണ്ട് വേവിനെ പോലെ തന്നെ ഒരു പ്രഷർ വേവ് ആണ്. പക്ഷെ സൗണ്ട് വേവ് ആയിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ദർ വിൽ ബി സ്റ്റീപ്പ് പ്രഷർ റൈസ്. ജസ്റ്റ് ആ നോർമൽ ഷോക്കിൻ്റെ 3 ഷോക്ക് വരച്ചിട്ടില്ലേ ഇവിടെ, നോർമൽ ഷോക്ക് 3 എണ്ണം വരച്ചിട്ടുണ്ട്. അതിന് അക്രോസ് ആയിട്ട് പ്രഷർ വല്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. റൈറ്റ്, ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും. അതായത് ഒരു പെർട്ടിക്കുലർ പ്രഷർ വാല്യൂയിൽ നിന്ന് നല്ല രീതിയിൽ പ്രഷർ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട് നോർമൽ ഷോക്കിൽ. ഓക്കെ, ജസ്റ്റ് കർവ് നോക്കുക, കർവ് മുകളിലേക്കാണ്. റൈറ്റ്, ആ നോർമൽ ഷോക്ക് എന്നുള്ള ആ ഒരു കർവിലൂടെ തന്നെ ഫ്ലോ പാസ് ചെയ്യുമ്പോൾ പ്രഷർ എന്താണ്, പെട്ടെന്നാണ് ഇൻക്രീസ് ചെയ്യുന്നത്. P0യിൽ നിന്ന് പി സ്റ്റാറിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഡിക്രീസ് ചെയ്ത് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ഡിക്രീസ് ചെയ്തിട്ട് നോർമൽ ഷോക്ക് വരുമ്പോൾ എന്താണ്, പെട്ടെന്ന് അല്ലേ, പെട്ടെന്ന് സ്റ്റീപ്പ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് ആയിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്. റൈറ്റ്,
So normal shock wave is a special kind of pressure wave with a steep pressure rise. Okay. Now shock wave results in abrupt change in flow properties. അതായത് സൂപ്പർസോണിക് ആയുള്ള ഒരു ഫ്ലോ പെട്ടെന്നാണ് സബ്സോണിക്കിലേക്ക് വരുന്നത്. അപ്പോൾ എല്ലാ പ്രോപ്പർട്ടീസും വെലോസിറ്റി, പ്രഷർ, ടെമ്പറേച്ചർ, എവറി പ്രോപ്പർട്ടീസ് വിൽ ചേഞ്ച് അബ്രപ്റ്റ്ലി ഓർ സഡൻലി. ഓക്കെ. Now when shock wave get positioned at right angles or perpendicular to the flow direction, it is called normal shock wave. അതാണ് ഇവിടെ ഈ രണ്ടാമത്തെ ഫിഗറിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഫ്ലോ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നോർമൽ ഷോക്ക് ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് കോൾഡ് നോർമൽ ഷോക്ക്. ഓക്കെ. ഷോക്ക് വേവ് എപ്പോഴെങ്കിലും ഫ്ലോ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിനെ നോർമൽ ഷോക്ക് എന്ന് പറയും. ഷോക്ക് വേവ് ഫ്ലോ ഡയറക്ഷനിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആംഗിളിലാണെന്നുണ്ടെങ്കിൽ അതിനെ ഒബ്ലിക് ഷോക്ക് എന്ന് പറയും. ഓക്കെ. അതാണ് പിന്നീട് പറഞ്ഞിട്ടുള്ളത്. ഗെറ്റ് പൊസിഷൻ അറ്റ് എൻ ആംഗിൾ ടു ഫ്ലോ ഡയറക്ഷൻ, ഇറ്റ് ഈസ് കോൾഡ് ഒബ്ലിക് ഷോക്ക് വേവ്. നൗ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നോർമൽ ഷോക്കിൽ. എ ഷോക്ക് ഈസ് എൻ ഇറിവേഴ്സിബിൾ പ്രോസസ്. ഷോക്ക് എന്ന് പറയുന്ന ഫ്ലോയിൽ ഒരു ഡിസ്കണ്ടിന്യൂറ്റി ആണ് ആക്ച്വലി. ഓക്കെ. അതൊരു ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്, ഒരിക്കലും തിരിച്ചു വരത്തില്ല ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ. ഓക്കെ. സോ ബിഫോർ ഷോക്ക് ദർ ഈസ് എൻ ഐസെൻട്രോപിക് ഫ്ലോ ആൻഡ് ആഫ്റ്റർ ഷോക്ക് ദർ ഈസ് അനദർ ഐസെൻട്രോപിക് ഫ്ലോ. ഓക്കെ. സോ ഷോക്കിന് മുന്നേ ഉള്ള ഐസെൻട്രോപിക് ഫ്ലോയിന് ഐസെൻട്രോപിക് ഫ്ലോ 1 എന്ന് കൊടുത്തു. ഓക്കെ. ഷോക്കിന് ശേഷമുള്ള ഐസെൻട്രോപിക് 2 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഡിഫറെന്റ് ഐസെൻട്രോപിക് ഫ്ലോ ആണ്. ഡിഫറെന്റ് മീൻസ് അതിന്റെ സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് ഒക്കെ എന്താണ്, ഡിഫറെന്റ് ആണ്. അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ. രണ്ട് ഡിഫറെന്റ് ഐസെൻട്രോപിക് ഫ്ലോ എന്ന് ഉദ്ദേശിച്ചത് രണ്ടിന്റെ സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് എൻ്റർലി ഡിഫറെന്റ് ആണ്. ഓക്കെ. സോ ജസ്റ്റ് ഒരു ഷോക്ക് വേവ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു ഫ്ലോ ഉണ്ട്, അത് എന്താണ്, സൂപ്പർസോണിക് ആണ്. റൈറ്റ് സൈഡിൽ ഗ്രീൻ എറോ, അത് സബ്സോണിക് ആണ് അല്ലേ. റെഡ് റീജിയൻ സൂപ്പർസോണിക് ആണ്, ഗ്രീൻ റീജിയൻ സബ്സോണിക് ആണ്. റൈറ്റ്. എല്ലാ ഷോക്കിനും അതായത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ഫ്ലോ നടക്കുന്നത്. ഓക്കെ. സോ റെഡ് റീജിയൻ എന്ന് പറയുന്നത് റെഡ് റീജിയൻ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ഐസെൻട്രോപിക് ഫ്ലോ ആണ്. അതിനൊരു P0യും T0യും അതേപോലെ റോ 0 ഉണ്ട്. ഓക്കെ. സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് ആണത്. ഇനി ഗ്രീൻ റീജിയന്റെ സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് P02, T02, റോ 02 അത് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ. ഗോട്ട് ഇറ്റ്. നൗ വി വിൽ ഗോ ടു ദി ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോർമൽ ഷോക്ക്. ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, ജസ്റ്റ് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യാം. ഷോക്ക് വേവ് ഈസ് പെർപെൻഡിക്കുലർ ടു ഫ്ലോ ഡയറക്ഷൻ, ഓൾറെഡി പറഞ്ഞു. നോർമൽ ഷോക്ക് ആണ്. ഷോക്ക് ഈസ് എൻ ഇറിവേഴ്സിബിൾ പ്രോസസ്, ഓൾറെഡി പറഞ്ഞു. The process across a shock wave can be considered as adiabatic. അതായത് നമുക്ക് എക്സ്പെരിമെന്റലി മെഷർ ചെയ്യുമ്പോൾ അവിടെ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ഉള്ളതായിട്ട് അല്ലെങ്കിൽ ഹീറ്റ് ലോസോ അല്ലെങ്കിൽ ഹീറ്റ് ഗെയിനോ അവിടെ നടക്കുന്നില്ല. ജസ്റ്റ് ഒരു ഇറിവേഴ്സിബിലിറ്റി ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ. അല്ലെങ്കിൽ ഫ്ലോ റീഅഡ്ജസ്റ്റ്മെന്റ് ആണ് നടക്കുന്നത്. ആ ഫ്ലോ റീഅഡ്ജസ്റ്റ്മെന്റ് നടക്കുമ്പോൾ അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നില്ല ആക്ച്വലി. സോ അതിനെ അഡയാബാറ്റിക് ആയിട്ട് എടുക്കാം. ഇനി മുന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ട് മോഡ്യൂൾ 1 ഒരു അഡയാബാറ്റിക് ഫ്ലോയിൽ, പ്രോസസ്സല്ല, ഒരു ഫ്ലോയിൽ, അഡയാബാറ്റിക് ഫ്ലോയിൽ നമുക്ക് T01ഉം T02ഉം സെയിം ആയിട്ട് എടുക്കാം. സോ ഈവൻ ദോ സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഷോക്ക് ആർ ഡിഫറെന്റ്, ദി സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ്. ഓക്കെ. T01 ആൻഡ് T02 റിമെയിൻസ് കോൺസ്റ്റന്റ്, സെയിം ആയിരിക്കും. കോൺസ്റ്റന്റ് മീൻസ് സെയിം ആയിരിക്കും. ഓക്കെ. സോ T01ഉം T02ഉം സെയിം ആയതുകൊണ്ട് H01ഉം H02ഉം സെയിം ആയിരിക്കും. ഓക്കെ. ക്ലിയർ. നൗ ഷോക്ക് വേവ് ഈസ് സോ തിൻ. വേറൊരു പ്രോപ്പർട്ടിയാണ് ഷോക്കിന്റെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഷോക്ക് വേവ് എന്ന് പറയുന്നത് അത് ജനറേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ആ ഒരു റീജിയൻ എന്ന് പറയുന്നത്, ഷോക്ക് വേവ് ഉണ്ടാകുന്ന ഒരു റീജിയൻ എന്ന് പറയുന്നതിന്റെ തിക്നെസ് വളരെ വളരെ തിന്നാണ് അല്ലെങ്കിൽ വളരെ വളരെ ചെറുതാണ്. ഓക്കെ. അതായത് മൈക്രോമീറ്റർ ടു മില്ലിമീറ്റർ റേഞ്ചിലെ ഷോക്ക് വേവ് ഉണ്ടാവുള്ളൂ. ഓക്കെ. സോ അങ്ങനെയുള്ള ഒരു ഷോക്ക് വേവിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഈവൻ ദോ ഇപ്പോൾ ഒരു ഡൈവർജൻ സൈഡിൽ, അതായത് CD നോസിലിന്റെ ഡൈവർജൻ സെക്ഷനിലാണ് ഷോക്ക് വേവ് ഉണ്ടാകുന്നതെങ്കിൽ പോലും ഷോക്ക് വേവിന് ജസ്റ്റ് മുന്നേ ഉള്ള റീജിയന്റെ ഏരിയയും ഷോക്ക് വേവിന് ജസ്റ്റ് ആഫ്റ്റർ റീജിയന്റെ ഏരിയയും സെയിം ആയിരിക്കും. കാരണം ഷോക്ക് വേവ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ലൈന് പോലെ നമുക്ക് വരയ്ക്കാം. ഓക്കെ. ലൈനിന്റെ അത്ര പോലും തിക്നെസ് ഉണ്ടാവില്ല. ഓക്കെ. സോ the shock wave is so thin that it can be considered to be take place at constant area. Constant area യിൽ നടക്കുന്ന ഒരു പ്രോസസ് ആയിട്ട് ഷോക്ക് വേവിനെ എന്തെടുക്കാം, നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ. Now there is no external work is applied and no body forces are present. Basically heat transferും വർക്ക് ട്രാൻസ്ഫറും, ഒരു ഷോക്ക് വേവ് ഉള്ള ഒരു ഫ്ലോയിൽ ഹീറ്റ് ട്രാൻസ്ഫറും വർക്ക് ട്രാൻസ്ഫറും 0 ആയിരിക്കും. ഇതൊരു ഫ്രിക്ഷൻലെസ് പ്രോസസ്സുമാണ്. ഓക്കെ. സോ the only one thing you should remember regarding shock wave is an adiabatic irreversible process. റിവേഴ്സിബിൾ അഡിയാബാറ്റിക് ആയിരുന്നെങ്കിൽ അത് ഐസെൻട്രോപിക് ആയനെ. റൈറ്റ്. ഐസെൻട്രോപിക് അല്ല ഷോക്ക്. ഓക്കെ. ഇറിവേഴ്സിബിൾ
അഡയാബാറ്റിക് പ്രോസസ്സാണ്. അഡയാബാറ്റിക് ആണ് ബട്ട് ഇറിവേഴ്സിബിൾ ആണ്. ഓക്കെ, സോ യാ T01 equal to T02, but P01 is not equal to P02. Okay, P01 ഉം P02 ഉം സെയിം അല്ല. കാരണം നിങ്ങൾ ഓർക്കുന്നുണ്ടോ, മോഡ്യൂൾ 1-ൽ ഞാൻ പറഞ്ഞായിരുന്നു സ്റ്റാഗ്നേഷൻ പ്രഷർ ഡിഫൈൻ ചെയ്യാൻ ആ പ്രോസസ്സ് ഡീസലറേഷൻ പ്രോസസ്സ് ഐസെൻട്രോപ്പിക് ആണ്. ഇവിടെ ഐസെൻട്രോപ്പിക് അല്ല അല്ലേ, ഷോക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഐസെൻട്രോപ്പിക് ഫ്ലോ ആണ് അല്ലേ. ഷോക്കിന് മുന്നേ ഉള്ള ഫ്ലോവിന്റെ ഐസെൻട്രോപ്പിക് പ്രോപ്പർട്ടീസ് അല്ല ഷോക്കിന് ശേഷമുള്ള ഫ്ലോവിന്റെ ഐസെൻട്രോപ്പിക് പ്രോപ്പർട്ടീസ്. സോ സ്റ്റാഗ്നേഷൻ പ്രഷർ സെയിം ആവില്ല. സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ ഡിഫൈൻ ചെയ്യാൻ അഗൈൻ ഞാൻ പറഞ്ഞായിരുന്നു, ആ ഫ്ലോ ഒരു അഡയാബാറ്റിക് ആണെന്നുണ്ടെങ്കിൽ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ നമുക്ക് ഡിഫൈൻ ചെയ്യാം, റൈറ്റ്. ആ ഒരു ഡിസലറേഷൻ പ്രോസസ് അഡയാബാറ്റിക് ആണെന്നുണ്ടെങ്കിൽ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ നമുക്ക് ഡിഫൈൻ ചെയ്യാം. സോ ഷോക്കിന് T01 T02 സെയിം ആണ്, ബട്ട് P01 ഈസ് നോട്ട് ഈക്വൽ ടു P02 എന്ന് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, യാ now we will discuss governing equations of normal shock. Normal shock ന്റെ governing equations ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഒരു ജസ്റ്റ് ഒരു കോൺസ്റ്റന്റ് ഏരിയ ഡക്റ്റിൽ ഞാനൊരു ഷോക്ക് വേവ് എടുക്കുകയാണ്. കോൺസ്റ്റന്റ് ഏരിയ ഡക്റ്റിൽ എടുക്കണം എന്നൊരു നിർബന്ധമില്ല, ജസ്റ്റ് സിംപ്ലിസിറ്റിക്ക് വേണ്ടി ജസ്റ്റ് എടുത്തു എന്നേ ഉള്ളൂ. സോ ഒരു ഷോക്ക് വേവ് നോർമൽ ഷോക്കാണ്, പെർപെൻഡിക്കുലർ ടു ഫ്ലോ ഡയറക്ഷൻ. ദെൻ നോർമൽ ഷോക്കിന് ചുറ്റുള്ള റീജിയൻ ആണ് നമ്മുടെ കൺട്രോൾ വോളിയം. കാരണം നമ്മൾ ഗവേണിംഗ് ഇക്വേഷൻസ് ഓഫ് നോർമൽ ഷോക്ക്, ഒരു നോർമൽ ഷോക്കിനെ അക്രോസ് ആയിട്ട് ഫ്ലോ വരുമ്പോൾ, ഫ്ലോ ഒരു നോർമൽ ഷോക്കിലോട്ട് തന്നെ കടന്നു പോകുമ്പോൾ അവിടെയുള്ള ഗവേണിംഗ് ഇക്വേഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഒരു ഫ്ലോ നോർമൽ ഷോക്കിലൂടെ തന്നെ അക്രോസ് നോർമൽ ഷോക്ക് വെൻ ദ ഫ്ലോ ഈസ് ഹാപ്പനിങ്, then we are going to derive or we are going to discuss the governing equations across a normal shock. Okay, so this is the control volume, and before shock there is an isentropic flow, that is blue arrow, and after is green arrow. Then before shock there is P01 and T01, and after shock P02 T02. then ഈ ഒരു ലെഫ്റ്റ് സൈഡ്, അതായത് ഷോക്കിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു റീജിയനെ 1 ആയിട്ട് ഞാൻ റെപ്രസെന്റ് ചെയ്തു. ഈ 1-ന് ഒരു കാര്യമുണ്ട്. 1 എന്ന് പറയുന്നത് ഈ ഷോക്ക് വേവിന്റെ ജസ്റ്റ് പുറകിലുള്ള പോയിന്റ് ആണ്, അല്ലെങ്കിൽ ആ റീജിയൻ ആണ്. അല്ലാതെ P01 T01 നിൽക്കുന്ന റീജിയൻ അല്ല, ഷോക്ക് വേവിന്റെ ജസ്റ്റ് പുറകിലുള്ള റീജിയൻ ആണ്. അതേപോലെ 2 എന്ന് പറയുന്നത് ഷോക്ക് വേവ് ജസ്റ്റ് കഴിഞ്ഞിട്ടുള്ള റീജിയൻ. ഓക്കെ, ദെൻ 1 എന്നുള്ള പോയിന്റിലെ പ്രഷറും വെലോസിറ്റിയും ടെമ്പറേച്ചർ ആണ് P1 V1 T1. സിമിലർലി അപ്പുറത്തെ സൈഡിൽ P2 V2 T2. ഇനി ഫസ്റ്റ് നമ്മൾ മാസ് എടുക്കുക, കണ്ടിന്യൂറ്റി ഇക്വേഷൻ എടുക്കുകയാണ്, അല്ലെങ്കിൽ കൺസർവേഷൻ ഓഫ് മാസ് എടുക്കുകയാണ്. സോ അഗെയിൻ ഷോക്ക് വേവ് അവിടെ ജനറേറ്റ് ചെയ്താൽ പോലും മാസ് ഫ്ലോ റേറ്റ് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, എൻറ്റയർ മോഡ്യൂൾസ് എല്ലാ മോഡ്യൂളിലും മാസ് ഫ്ലോ റേറ്റ് കോൺസ്റ്റന്റ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, സോ മാസ് ഫ്ലോ റേറ്റ് m ഡോട്ട് ഈക്വൽ ടു റോ എ ബി ഈക്വൽ ടു എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ചേഞ്ചസ് ഒന്നുമില്ല. ഇനി അത് ഇവിടെ അപ്ലൈ ചെയ്യണം. ഓക്കെ, അതായത് റീജിയൻ 1-ലൂടെ ഒരു മാസ് എൻ്റർ ചെയ്ത് റീജിയൻ 2-ലൂടെ ലീവ് ചെയ്യാണ്. ഓക്കെ, റീജിയൻ 2 അല്ല, റീജിയൻ 1 ആൻഡ് റീജിയൻ 2-ലൂടെ മാസ് എൻ്റർ ചെയ്തിട്ട് ലീവ് ചെയ്യാണ്. സോ റോ 1 A1 V1 ഈക്വൽ ടു റോ 2 A2 V2 എന്ന് നമുക്ക് അപ്ലൈ ചെയ്യാം. കണ്ടിന്യൂറ്റി ഇക്വേഷൻ അക്രോസ് നോർമൽ ഷോക്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നോർമൽ ഷോക്കുള്ള ആ ഒരു കൺട്രോൾ വോളിയത്തിൽ നമ്മൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, യു വിൽ ഗെറ്റ് റോ 1 A1 V1 ഈക്വൽ ടു റോ 2 A2 V2. ഓക്കെ, നൗ A1 ഈക്വൽ ടു A2 ആണ് അല്ലേ, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. കാരണം ജസ്റ്റ് പോയിന്റ് നോക്കുക, the shock wave is so thin that it can be considered to take place at a constant area. അപ്പോൾ ആ ഒരു പോയിന്റ് വെച്ചിട്ട് നമുക്ക് A1 ഈക്വൽ ടു A2 അത് കട്ട് ചെയ്യാൻ പറ്റും. A1 ഈക്വൽ ടു A2 കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ A1 A2 സെയിം ആയതുകൊണ്ട് ഫൈനലി യു വിൽ ഗെറ്റ് റോ 1 V1 ഈക്വൽ ടു റോ 2 V2. ആക്ച്വലി റോ 1 V1 ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ്. റോ ബി എന്ന് പറയുന്നത് മാസ് ഫ്ലക്സ് ആണ്. ഓക്കെ, സോ ഒരു നോർമൽ അക്രോസ് എ നോർമൽ ഷോക്ക് മാസ് ഫ്ലക്സ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ഓക്കെ, റോ വി റിമെയിൻസ് കോൺസ്റ്റന്റ്. ഓക്കെ, മാസ് ഫ്ലക്സ് G ആണ് റെപ്രസെന്റ് ചെയ്യുക. മാസ് ഫ്ലക്സിനെ G ഈക്വൽ ടു സ്റ്റാൻഡേർഡ് റെപ്രസെന്റേഷൻ ആണ് G, ക്യാപിറ്റൽ G. G ഈക്വൽ ടു m ഡോട്ട് ഡിവൈഡ് ബൈ A ഈക്വൽ ടു റോ 1 V1 ഈക്വൽ ടു റോ 2 V2 ഈക്വൽ ടു റോ V ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഓക്കെ, റോ 1 V1 ഈക്വൽ ടു റോ 2 V2 ആണ്. അവിടെ അഗെയിൻ റോ 1 V1 എഴുതി പോയതാണ്. ബേസിക്കലി ഞാൻ ഉദ്ദേശിച്ചത് G ഈക്വൽ ടു റോ 1 V1 ഈക്വൽ ടു റോ 2 V2 ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, സോ യു വിൽ ഗെറ്റ് മാസ് ഫ്ലോ റേറ്റ് അല്ലെങ്കിൽ കൺസർവേഷൻ ഓഫ് മാസ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? G ഈക്വൽ ടു റോ വി ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് കിട്ടും നോർമൽ ഷോക്കിന്. ഓക്കെ, ഇനി മൊമെന്റം ഇക്വേഷൻ എടുക്കണം. മൊമെന്റം ഇക്വേഷൻ എന്താ? നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. ഇവിടെ ഒരു കാര്യം ഓർത്ത് വെക്കണം, റീജിയൻ 1-ൽ പ്രഷർ ആക്ട് ചെയ്യുന്നത്, പ്രഷർ ഫോഴ്സ് എന്ന് പറയുന്നത്, ഓക്കെ, പ്രഷർ ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും കംപ്രസീവ് ആണ്. ആ കൺട്രോൾ വോളിയത്തിനെ കംപ്രസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ റീജിയൻ 1-ൽ പ്രഷർ എങ്ങനെ ആക്ട് ചെയ്യണം? ഫ്ലോയിന്റെ സെയിം ഡയറക്ഷനിൽ ആക്ട് ചെയ്യണം. ഫ്ലോ നടക്കുന്ന ലെഫ്റ്റ് ആൻഡ് റൈറ്റിലേക്കാണ്. സോ റീജിയൻ 1-ലുള്ള പ്രഷർ ഫോഴ്സ് എങ്ങനെ ആക്ട് ചെയ്യണം? ഫ്ലോയിന്റെ സെയിം ഡയറക്ഷനിൽ.
ബട്ട് റീജിയൻ 2ലും ഫ്ലോയിന്റെ സെയിം ഡയറക്ഷനിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ വോളിയത്തിന് അത് കംപ്രസ് ചെയ്യോ പ്രഷർ? ഇല്ല. എപ്പോഴും നമ്മൾ എടുക്കണ കൺട്രോൾ വോളിയം അതിപ്പോൾ ഷോക്ക് എന്നല്ല, നിങ്ങൾ ഫ്ലൂയിഡ് ഫ്ലോയിൽ ഏത് റീജിയൻ എടുത്തു കഴിഞ്ഞാലും, ഫ്ലൂയിഡ് ഫ്ലോയിൽ ഏത് ഡിഫറൻഷ്യൽ വോളിയം എടുത്തു കഴിഞ്ഞാലും പ്രഷർ എന്താ ചെയ്യുക? ആ വോളിയത്തിനെ കംപ്രസ് ചെയ്യുക. ഓക്കെ, സോ P2 എന്നുള്ള റീജിയൻ അല്ലെങ്കിൽ P2 എന്നുള്ള പ്രഷർ ഫോഴ്സ് ഫ്ലോ ഡയറക്ഷൻ, അതായത് ഗ്രീൻ ആരോന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് P2 വരിക. ഓക്കെ, ഇനി പോസിറ്റീവ് നെഗറ്റീവ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഫ്ലോ ഡയറക്ഷൻ ആണ് പോസിറ്റീവ്. സോ P1 പോസിറ്റീവ് ആണ്. ഓക്കെ, P2 എന്താണ്? നെഗറ്റീവ് ആണ്. ഈ ഒരു കൺട്രോൾ വോളിയത്തിൽ P1 പോസിറ്റീവും P2 നെഗറ്റീവ് ആണ്. P1 ഫ്ലോയിന്റെ സെയിം ഡയറക്ഷനിലാണ്, P2 ഫ്ലോയിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഇനി ഇവിടെ പ്രഷർ ഫോഴ്സ് എന്നുള്ളൊരു ഫോഴ്സ് മാത്രമേ നെറ്റ് ഫോഴ്സിൽ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ, കാരണം അത് മാത്രമേ ഇവിടെ ഉള്ളൂ. ഇനി പ്രഷർ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ആക്ച്വലി? P1 into A1 ആണ്. F is equal to P into A ആണ്, പ്രഷർ into ഏരിയ ആണ്, റൈറ്റ്? സോ P1 A1 minus P2 A2 equal to ചേഞ്ച് ഇൻ മൊമെന്റം. ചേഞ്ച് ഇൻ മൊമെന്റം എന്താ? mv2 minus mv1 all divided by t. m divided by t എന്താണ്? മാസ് ഫ്ലോ റേറ്റ്, m dot ആണ്, റൈറ്റ്? സോ m dot into v2 minus v1 എന്ന് വരും. ഓക്കെ, ചേഞ്ച് ഇൻ മൊമെന്റത്തിന് പോസിറ്റീവ് നെഗറ്റീവ് നോക്കണമെന്നില്ല, കാരണം രണ്ടും പോസിറ്റീവ് ആണ്. v1 v2 രണ്ടും പോസിറ്റീവ് ആണ്, റൈറ്റ്? ഫ്ലോ ഡയറക്ഷൻ ആണ് പോസിറ്റീവ്. ഇനി ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി. സോ v2 minus v1. ഓക്കെ, ചേഞ്ച് ഇൻ എനി ക്വാണ്ടിറ്റി ഈസ് ഫൈനൽ മൈനസ് ഇനീഷ്യൽ. ഓക്കെ, ഇനി m ഡോട്ട്, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആ ഇക്വേഷൻ 3നെ ഏരിയനെ കൊണ്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്യാം, കാരണം A1 A2 രണ്ടും എന്താണ്? A തന്നെയാണ്, റൈറ്റ്? സോ നമുക്ക് P1 minus P2 equal to m dot divided by A into V2 minus V1 എന്ന് കിട്ടും. ഓക്കെ, അതായത് ഇക്വേഷൻ 3ന്റെ ലെഫ്റ്റ് സൈഡ് LHSൽ നിന്ന് ഏരിയനെ പുറത്തെടുത്തിട്ട് RHSലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ you will get m dot divided by A into V2 minus V1 എന്ന് കിട്ടും. ഓക്കെ, now m dot divided by എന്താണ്? G ആണ്, റൈറ്റ്? സോ P1 minus P2 equal to G into V2 minus V1 എന്ന് കിട്ടും. Got it? Where G is rho 1 V1 or equal to rho 2 V2 ആണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് സിംപ്ലിഫിക്കേഷൻ ചെയ്യാൻ പോവാൻ ആ ഇക്വേഷനെ. സോ ആ ഇക്വേഷൻ തന്നെ ഒന്നുകൂടി ഇവിടെ എഴുതി, P1 minus P2 equal to G into V2 minus V1. G is rho 1 V1 equal to rho 2 V2. ഇനി G നെ കൊണ്ട് മൾട്ടിപ്ലൈ, G V2 minus G V1. ഓക്കെ, ഇനി ഫസ്റ്റ് ടേമിന് ഞാൻ G എടുക്കുന്നത് rho 2 V2 ഉം സെക്കൻഡ് ടേമിൽ G എടുക്കുന്നത് rho 1 V1 ആണ്. എനിക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം, രണ്ടും സെയിം ആണ്, റൈറ്റ്? സോ ഫസ്റ്റത്തേന് ഞാൻ rho 2 V2 എടുത്തു, സെക്കൻഡിൽ rho 1 V1 എടുത്തു. ഇനി മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ എന്ത് കിട്ടി? P1 minus P2 equal to rho 2 V2 square. V2 into V2 വരും, അപ്പോൾ V2 square minus rho 1 V1 square, റൈറ്റ്? സോ സ്റ്റേറ്റ് പോയിന്റ് 1നൊക്കെ ലെഫ്റ്റ് സൈഡിലും സ്റ്റേറ്റ് പോയിന്റ് 2നൊക്കെ റൈറ്റ് സൈഡിലേക്കും കൊണ്ടുപോയി. അപ്പോൾ P1 plus rho 1 V1 square equal to P2 plus rho 2 V2 square എന്ന് കിട്ടി. Okay, so equation 4 is the momentum equation. Okay, so conservation of mass ആയി, then conservation of moment ആയി, ഇനി conservation of energy അല്ലെങ്കിൽ adiabatic energy equation ആണ് എടുക്കേണ്ടത്. conservation of energy or ഈ ഒരു ഷോക്ക് പ്രോസസ് എന്താണ്? adiabatic പ്രോസസ് ആണ്. so I am taking adiabatic energy equation. so adiabatic energy equation ഓൾറെഡി അറിയുന്ന കാര്യമാണ്. h1 plus half v1 square equal to h2 plus half v2 square equal to h0 equal to constant. കാരണം h0 അല്ലെങ്കിൽ t0 constant ആയതുകൊണ്ട് h0യും എന്താണ്? constant ആണ്. ഇനി H എന്ന് പറയുന്നത് എന്താണ്? ബേസിക്കലി H എൻതാൽപ്പി എന്ന് പറയുന്നത് ഇന്റേണൽ എനർജി പ്ലസ് പ്രഷർ വോളിയം എനർജി ആയിട്ട് എടുക്കാം, അല്ലെ? ഇത് സ്മോൾ h ആണ്, സോ സ്മോൾ യു വരും, പി ന്യൂ വരും, അല്ലെ? പി വി അല്ല വരിക, പി ന്യൂ ആണ് വരിക, അല്ലെ? സ്മോൾ h അറിയാലോ, ക്യാപിറ്റൽ H ഡിവൈഡ് ബൈ മാസ് ആണ്. ഓക്കെ, സോ U1 plus P1 U1 plus half V1 square equal to U2 plus P2 U2 plus half V2 square. So equation 5 ആണ് ബേസിക്കലി adiabatic energy equation for normal shock. Okay, now we are going to discuss a very important curve or very important relation in normal shock, which is Huguenot curve. Okay, Huguenot curve എന്ന് പറയുന്നത് basically it is the locus in P new plane. Okay, അതായത് it is the locus in P new plane for all allowable thermodynamic states that a fluid may attain on passing through a normal shock for a given initial state. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ basically state 1, റൈറ്റ്? ഞാൻ നേരത്തെ 3 ഷോക്ക് വരച്ചായിരുന്നു, ഓർക്കുന്നുണ്ടോ? സി ഡി നോസിൽ 3 ഷോക്ക് വരച്ചായിരുന്നു. അതായത് ഓരോ ഇനീഷ്യൽ സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഷോക്ക് വേവ് ഉണ്ടാവും. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ ഈ എൻ്റയർ ചാപ്റ്ററിൽ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ബിഫോർ ഷോക്ക് സ്റ്റേറ്റ് പോയിന്റ് നമുക്ക് അറിയണം, എന്നിട്ട് നമുക്ക് ആഫ്റ്റർ ഷോക്കിലുള്ള സ്റ്റേറ്റ് പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഗവേൺ ഈക്വേഷൻ യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് റിലേഷൻസ് ചെയ്യാൻ പറ്റും. സോ ഹ്യൂഗനോട്ട് കർവ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പി ന്യൂ പ്ലെയിനിൽ പ്രഷർ സ്പെസിഫിക് വോളിയം പ്ലെയിനിൽ ആഫ്റ്റർ ഷോക്കിന്റെ സ്റ്റേറ്റ് പോയിന്റ്സ് എന്ത് ചെയ്യാണ്? പ്ലോട്ട് ചെയ്യാണ്.
ഓക്കെ. അപ്പോൾ ഈ ആഫ്റ്റർ ഷോക്ക് സ്റ്റേറ്റ് പോയിന്റ്സ് ഓരോ ഇനീഷ്യൽ പി പ്രഷറിനും സ്പെസിഫിക് വോളിയത്തിനും ആഫ്റ്റർ ഷോക്ക് കുറെ പോയിന്റ്സ് ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ മാസ് ഫ്ലോ റേറ്റിന് ഒരു പെർട്ടിക്കുലർ ആഫ്റ്റർ ഷോക്ക് പി ന്യൂ വാല്യൂ ഉണ്ടാവും, അതായത് പി ടു ന്യൂ ടു വാല്യൂ ഉണ്ടാവും. അത് പ്ലോട്ട് ചെയ്യാണ്. ഓക്കെ. അങ്ങനെ ആ അലവബിൾ ആയിട്ടുള്ള, അലവബിൾ എന്ന് ഉദ്ദേശിച്ചത് നമുക്ക് 3 ഗവേണിംഗ് ഇക്വേഷൻ ഉണ്ട്, കൺസർവേഷൻ ഓഫ് മാസും മൊമെന്റും എനർജിയും. ഈ 3 ഇക്വേഷനും അലോ ചെയ്യണ സ്റ്റേറ്റ് പോയിന്റ്സ്, ഫൈനൽ സ്റ്റേറ്റ് പോയിന്റ് മാത്രമേ നമുക്ക് നോർമൽ ഷോക്കിന് പറ്റത്തുള്ളൂ, റൈറ്റ്? സോ ഈ 3 ഇക്വേഷനും അല്ലെങ്കിൽ 3 ഇക്വേഷനും അലോ ചെയ്യണ ഫൈനൽ സ്റ്റേറ്റ് പോയിന്റ്സ് വെച്ചിട്ട് നിങ്ങൾ ഒരു ലോക്കസ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലോക്കസിന്റെ പേരാണ് ഹ്യൂഗനോട്ട് കർവ്. ഓക്കെ. ഇതിന്റെ ഡെറിവേഷൻ പറയുമ്പോൾ കുറച്ചുകൂടി, അല്ലെങ്കിൽ ഡെറിവേഷൻ അല്ലെ ഫൈനൽ റിസൾട്ടിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. സോ ഹ്യൂഗനോട്ട് കർവിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ മൊമെന്റം ഇക്വേഷൻ എടുക്കുകയാണ്, ഇക്വേഷൻ 4 എടുക്കുകയാണ്. ഓക്കെ. ഇക്വേഷൻ 4 എടുത്തു. ഇക്വേഷൻ 4ൽ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ P1നെ RHSലേക്ക് കൊണ്ടുപോയി. ഓക്കെ. അതേപോലെ ρ2 V2 സ്ക്വയറിനെ LHSലേക്ക് കൊണ്ടുപോയി. സോ ഈ സിമിലർ ടേം ഒരു സൈഡിലേക്ക് മാറ്റി. ഓക്കെ. ρ1 V1 സ്ക്വയർ മൈനസ് ρ2 V2 സ്ക്വയർ ഈക്വൽ ടു P2 മൈനസ് P1. Now ഈ ഒരു ഇക്വേഷനെ ഞാൻ ρ1 കൊണ്ട് മൾട്ടിപ്ലൈ ആണ് ഈ ഇക്വേഷനെ. ഓക്കെ. ρ1 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. സോ ഫസ്റ്റ് ടേം എന്താവും, ρ1 സ്ക്വയർ ആവും. ρ1 സ്ക്വയർ V1 സ്ക്വയർ മൈനസ് ρ1 ρ2 ഇൻറ്റു V2 സ്ക്വയർ ഈക്വൽ ടു P2 മൈനസ് P1 ഇൻറ്റു ρ1. ഓക്കെ. ഇനി ρ1 V1 എന്താണ് ആക്ച്വലി? ρ1 V1 എന്ന് പറയുന്നത് ρ2 V2 ആയിട്ട് എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എന്ത് വരും, ρ2 V2 ഹോൾ സ്ക്വയർ മൈനസ് റോ1 റോ2 ഇൻറ്റു V2 സ്ക്വയർ ഈക്വൽ ടു P2 RHSന് വ്യത്യാസമൊന്നുമില്ല. ഓക്കെ. നൗ സെയിം ഇക്വേഷൻ തന്നെ ഒന്നുകൂടി ഈ സ്ലൈഡിൽ എടുത്തെഴുതിയെന്നേ ഉള്ളൂ. ഇനി അതിൽ നിന്ന് V2 സ്ക്വയറിനെ പുറത്തേക്ക് എടുത്തു. V2 സ്ക്വയർ പുറത്തേക്ക് എടുക്കുമ്പോൾ ρ2 സ്ക്വയർ മൈനസ് റോ1 റോ2 ഇൻറ്റു P2 മൈനസ് ഈക്വൽ ടു P2 മൈനസ് V1 റോ1. ഓക്കെ. നൗ അപ്പോൾ V2 സ്ക്വയർ എന്തായി മാറും? V2 സ്ക്വയർ ജസ്റ്റ് ബ്രാക്കറ്റിലെ ടേം RHSലേക്ക് കൊണ്ടുപോകും. അപ്പോൾ V2 സ്ക്വയറിന്റെ എക്സ്പ്രഷൻ കിട്ടി. ഓക്കെ. ഇനി ഡിനോമിനേറ്ററിൽ നിന്ന് ഞാൻ റൂറ്റുവിനെ പുറത്തേക്ക് എടുക്കുകയാണ്. ഓക്കെ. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടി V2 സ്ക്വയറിന്. ഓക്കെ. ഇനി ρ1 ബൈ ρ2 എന്ന് പറയുന്നത് ആക്ച്വലി ന്യൂ2 ബൈ ന്യൂ1 ആണ്. കാരണം എന്താ, ρ1 എന്ന് പറയുന്നത് 1 ബൈ ന്യൂ1 ആണ്, റൈറ്റ്? അപ്പോൾ ആ ഒരു റിസൾട്ട് വെച്ചിട്ട് ന്യൂ2 ബൈ ന്യൂ1 എഴുതി. ഇനി ഡിനോമിനേറ്ററിലെ റോ2 മൈനസ് റോ1നെ അഗെയിൻ റോ2നെ എന്താക്കി ഞാൻ 1 ബൈ ന്യൂ2 എഴുതി. അതേപോലെ റോ1നെ 1 ബൈ ന്യൂ1 എഴുതി. എന്നിട്ട് ആ ടേംസിന്റെ LCM എടുക്കാൻ പോവാണ്. ഓക്കെ. LCM എടുത്തപ്പോൾ ന്യൂ1 ന്യൂ2 ഇൻറ്റു ന്യൂ1 മൈനസ് ന്യൂ2 അങ്ങനെ വന്നു. അതിൽ ന്യൂ1 അങ്ങോട്ട് ക്യാൻസൽ, ഡിനോമിനേറ്ററിലെ ന്യൂ1 ക്യാൻസൽ ആവും, റൈറ്റ്? സോ ന്യൂ2 എന്ത് ചെയ്യും, ന്യൂമറേറ്ററിലേക്ക് വരികയും ചെയ്യും. സോ V2 സ്ക്വയർ ഈക്വൽ ടു P2 മൈനസ് P1. ഓക്കെ. അത് എഴുതിയിട്ടില്ല. V2 സ്ക്വയർ ഈക്വൽ ടു P2 മൈനസ് P1 ഇൻറ്റു ന്യൂ2 സ്ക്വയർ ഡിവൈഡ് ബൈ ന്യൂ1 മൈനസ് ന്യൂ2 എന്ന് കിട്ടി. ഓക്കെ. സോ ഇത് V2 സ്ക്വയർ ആണ്. അപ്പോൾ V2 സ്ക്വയറിൽ P2 മൈനസ് P1 ഇൻറ്റു ന്യൂ2 സ്ക്വയർ ഡിവൈഡ് ബൈ ന്യൂ1 മൈനസ് ന്യൂ2 എന്ന് കിട്ടി. അങ്ങനെ എന്നിട്ട് V1 സ്ക്വയർ എന്തായിരിക്കും, അതായത് 1നെ എല്ലാം 2 ആക്കിയിട്ട് റീപ്ലേസ് ചെയ്യാം, റൈറ്റ്? അപ്പോൾ എന്ത് V1 സ്ക്വയർ, അതായത് ഇക്വേഷൻ 1 യൂസ് ചെയ്തിട്ട് നമുക്ക് V1 സ്ക്വയറും എഴുതാം സിമിലർലി. ഓക്കെ. സോ P1 മൈനസ് P2 ഇൻറ്റു ന്യൂ1 സ്ക്വയർ ഡിവൈഡ് ബൈ ന്യൂ2 മൈനസ് ന്യൂ1 എന്ന് കിട്ടും. ഇതിൽ ഈ ടേമിൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നെഗറ്റീവ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ 1ന് സിമിലർ ആയിട്ട് തന്നെ V1 സ്ക്വയർ കിട്ടും. അതായത് ടേംസ് സിമിലർ ആയിരിക്കും. അതായത് P2 മൈനസ് P1 ഇൻറ്റു ന്യൂ1 സ്ക്വയർ ഡിവൈഡ് ബൈ ന്യൂ1 മൈനസ് ന്യൂ2. ഓക്കെ. അപ്പോൾ V1 സ്ക്വയർ വരുമ്പോൾ ന്യൂ1 സ്ക്വയർ വരും, V2 സ്ക്വയർ വരുമ്പോൾ ന്യൂ2 സ്ക്വയർ വരും. ഓക്കെ. അപ്പോൾ V1 സ്ക്വയറും V2 സ്ക്വയറും കിട്ടി. ഇനി നമ്മൾ ഇക്വേഷൻ 1ഉം 2ഉം അഡയാബാറ്റിക് എനർജി ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അഡയാബാറ്റിക് എനർജി ഇക്വേഷൻ ഓൾറെഡി പറഞ്ഞാണ്, U1 പ്ലസ് P1 ന്യൂ1 പ്ലസ് V1 സ്ക്വയർ ബൈ 2 പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ. ഓക്കെ. അപ്പോൾ അതിലേക്ക് ഇക്വേഷൻ 1ഉം 2ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഓക്കെ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ. ഇക്വേഷൻ 1ഉം 2ഉം അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടത്, സിമിലർ ടേംസ് ഒരു സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. ഓക്കെ. അപ്പോൾ ഇതിൽ ഇന്റേണൽ എനർജി ടേമിനെ RHSലേക്കും ബാക്കി എല്ലാ ടേമിനെ LHSലേക്കും കൊണ്ടുവരികയാണ്. ഓക്കെ. അപ്പോൾ ഇന്റേണൽ എനർജി U2 മൈനസ് U1 RHSൽ വന്നു, ബാക്കി എല്ലാ ടേമിനെ LHSലേക്ക് കൊണ്ടുവരികയാണ്. ഓക്കെ. നൗ അതിൽ P1 ന്യൂ1 മൈനസ് P2 ന്യൂ2 കഴിഞ്ഞിട്ടുള്ള രണ്ട് ടേമും ഓൾമോസ്റ്റ് സിമിലർ ആണ് അല്ലേ? അതിൽ P2 മൈനസ് P1 ഡിവൈഡ് ബൈ ന്യൂ1 മൈനസ് ന്യൂ2 എന്നുള്ള ടേം കോമൺ ആണ്. അപ്പോൾ അതിനെ പുറത്തേക്ക് എടുത്തു, ഹാഫിനെയും പുറത്തേക്ക് എടുത്തു. ഓക്കെ. സോ അത് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞപ്പോൾ ബാക്കി എന്ത് വന്നു, ന്യൂ1 സ്ക്വയർ മൈനസ് ന്യൂ2 സ്ക്വയർ എന്ന് വന്നു. ഓക്കെ. നൗ ലാസ്റ്റ് സ്ലൈഡിലുള്ള ഇക്വേഷൻ ഒന്നുകൂടി ഇവിടെ മാറ്റി എഴുതിയെന്ന് മാത്രം. ഓക്കെ. ദെൻ അതൊന്നുകൂടി മാറ്റി എഴുതിയെന്ന് മാത്രം. ഇനി ആ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ടേമിനെ എന്ത് ചെയ്തു, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ വെച്ചിട്ട് എക്സ്പെൻഡ് ചെയ്തു. അപ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് വരും. അപ്പോൾ എന്ത് ചെയ്യും, ഒരു ന്യൂ1 മൈനസ് ന്യൂ2 നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ കട്ട് ചെയ്തിട്ട് ഫൈനലി ഇക്വേഷൻ 1 കിട്ടും. അതായത് U2 മൈനസ് U1 ഈക്വൽ ടു P1 ന്യൂ1 മൈനസ് P2 ന്യൂ2 പ്ലസ്
ഹാഫ് ഇൻറ്റു P2 മൈനസ് P1 ഇൻറ്റു ന്യൂ 1 പ്ലസ് ന്യൂ 2. ഓക്കെ, ഇനി ഇതിന് എന്ത് ചെയ്യുക, ഒന്നുകൂടി A പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ഡി വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ അത് എക്സ്പാൻഡ് ചെയ്തിട്ട് ഇങ്ങനെ വരും. ഓക്കെ, ഇനി ആ എക്സ്പാൻഡ് ചെയ്ത ഫോമിൽ 6 ടേംസ് ഉണ്ടാവും. അതിൽ ഫസ്റ്റത്തെ ടേമും അഞ്ചാമത്തെ ടേമും നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെയിം ആണ്. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അതേപോലെ സെക്കൻഡ് ടേമും ഫോർത്ത് ടേമും നോക്കിയാൽ സെയിം ആണ്. ഓക്കെ, ബാക്കി രണ്ട് ടേമും വേറെ തന്നെ നിൽക്കും. ഓക്കെ, സോ ഒന്നുകൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്തു. അപ്പോൾ ഹാഫ് ഇൻറ്റു P1 ന്യൂ 1 മൈനസ് ഹാഫ് ഇൻറ്റു P1 ന്യൂ 2 RHS ആണ് പറയണത്. ഓക്കെ, പ്ലസ് ഹാഫ് ഇൻറ്റു P2 ന്യൂ 2 സോറി P2 ന്യൂ 1 മൈനസ് ഹാഫ് ഇൻറ്റു P2 ന്യൂ 2 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതിനെ ഒന്ന് ഷോർട്ടൺ ചെയ്യാം. അതായത് ഹാഫ് ഇൻറ്റു P1 പ്ലസ് P2 ഇൻറ്റു ന്യൂ 1 മൈനസ് ന്യൂ 2 എന്ന് പറഞ്ഞിട്ട് ചെയ്താം. ഓക്കെ, ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ആ ഇക്വേഷൻ 2 A പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ഡി വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. അപ്പോൾ അതിന് തൊട്ട് മുകളിലത്തെ ഇക്വേഷൻ തന്നെ കിട്ടും. ഓക്കെ, now ഈ ഇക്വേഷൻ 2 ഒന്ന് നോക്കിയേ. ഇക്വേഷൻ 2ൽ നമുക്ക് ഇന്റേണൽ എനർജി ആണ് LHSൽ, RHSൽ പ്രഷറും സ്പെസിഫിക് വോളിയം ആണ്. റൈറ്റ്, now ഓൾറെഡി എനി പ്രോസസ് അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിനും നമുക്ക് ഏത് തെർമോഡൈനാമിക് സ്റ്റേറ്റിനും ഇന്റേണൽ എനർജീനെ പ്രഷറിന്റെയും സ്പെസിഫിക് വോളിയത്തിന്റെയും ഫംഗ്ഷൻ ആയിട്ട് എഴുതാം. ഓൾറെഡി നിങ്ങൾ തെർമോഡൈനാമിക്സിൽ പഠിക്കുന്ന ഒരു റിലേഷൻ ആണ് ഇക്വേഷൻ 3 എന്ന് പറയുന്നത്. എനി തെർമോഡൈനാമിക് പ്രോപ്പർട്ടി ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് എനി അതർ ടു തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ്. സോ ഇന്റേണൽ എനർജി ഇസ് എ പ്രോപ്പർട്ടി, അതിനെ പ്രഷറിന്റെയും സ്പെസിഫിക് വോളിയത്തിന്റെയും ഫംഗ്ഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, സോ ഇക്വേഷൻ 2ഉം 3ഉം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വേരിയബിൾ ഉണ്ട്? രണ്ട് വേരിയബിൾ ആണ്, പ്രഷറും സ്പെസിഫിക് വോളിയം. റൈറ്റ്, സോ പ്രഷറും സ്പെസിഫിക് വോളിയം പിന്നെ ഇന്റേണൽ എനർജിയും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫിക്സ് ചെയ്യാണ്. അതായത് ഇനീഷ്യൽ സ്റ്റേറ്റിൽ P1ഉം ന്യൂ 1ഉം U1ഉം ഒക്കെ നമുക്ക് അറിയാം. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻ 2ഉം 3ഉം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്റേണൽ എനർജിയും പ്രഷറും സ്പെസിഫിക് വോളിയം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇന്റേണൽ എനർജി ചേഞ്ചും അതേപോലെ പ്രഷറും വോളിയം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ 2ഉം 3ഉം വെച്ചിട്ട് നമ്മളൊരു കർവ് പി ന്യൂ പ്ലെയിനിൽ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കർവാണ് ആക്ച്വലി എന്ത്, ഹ്യൂഗനോട്ട് കർവ്. ഓക്കെ, സോ ഞാൻ എക്സ് ആക്സിസിൽ ന്യൂവും വൈ ആക്സിസിൽ പിയും വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ I will get a curve something like this, similar to hyperbolic curve. That curve is called the Huguenot curve, and that curve is the actually ആ curve എന്ന് പറയുന്നത് it is the locus of states after state points after shock. ഷോക്കിന് ശേഷമുള്ള സ്റ്റേറ്റ് പോയിന്റ്സ് ആണ്. അതായത് P2 ന്യൂ 2 ആണ് ഓരോ മാസ് ഫ്ലോ റേറ്റിനും ഓരോ ഇനീഷ്യൽ കണ്ടീഷനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള P2 ന്യൂ 2 ആണ് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹ്യൂഗനോട്ട് കർവിലെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഒരു ഷോക്കാണ്. ഹ്യൂഗനോട്ട് കർവിൽ ഒരു പോയിന്റ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ഇനീഷ്യൽ സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫൈനൽ സ്റ്റേറ്റ് ആണ്. ഓക്കെ, വേറെ പോയിന്റ് എടുക്കുമ്പോൾ അത് വേറെ ഇനീഷ്യൽ സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫൈനൽ സ്റ്റേറ്റ് ആണ്, ഷോക്കിന് ശേഷമുള്ള ഫൈനൽ സ്റ്റേറ്റ് ആണ്. ഓക്കെ, അല്ലാതെ ആ കർവ് മൊത്തം ഒരു ഷോക്ക് അല്ല റെപ്രസെന്റ് ചെയ്യുന്നത്. കുറേ ഷോക്കിന് ഓരോ ഇനീഷ്യൽ കണ്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലാ ഷോക്കിനെയും കണക്ട് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന കർവാണ് എന്ത്, ഹ്യൂഗനോട്ട് കർവ്. ഓക്കെ, so equation 3 and 4 specify the locus of the all allowable final states in P new plane for a given initial states. Okay, this locus is called actually Huguenot curve. Okay, Huguenot curve വളരെ important ആണ്. Okay, so that's all about this video. Okay, അപ്പോൾ ഈ ഡെറിവേഷൻ ഒന്ന് ചെയ്തു നോക്കുക എല്ലാവരും. ഓക്കെ.